അങ്ങനെ നമ്മുടെ ഹരീഷിനെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് നമ്മുടെ നീതുവിൻ്റെ ഏട്ടൻ ഒരുപാടിട്ട് അടിക്കുന്നത്, നിന്നെ ഞാൻ കൊല്ലുടാന്നൊക്കെ പറയുന്നത് കേട്ടുകൊണ്ട് നമ്മുടെ സുധീഷും വാതിൽ തട്ടുണ്ട്. വാതിൽ തട്ടുമ്പോൾ തുറന്നുമ്പോൾ നമ്മുടെ സുധീഷ്, അപ്പം നീ ഇവനെയും കൊണ്ടല്ലേ വന്നതെന്നൊക്കെ ചോദിക്കും നമ്മുടെ നീതുവിൻ്റെ ഏട്ടൻ. ആ സമയത്ത് നമ്മുടെ ഹരീഷ് ചോദിക്കുന്നു, സുധീഷ് ഏട്ടാ അപ്പം നിങ്ങൾ എന്തിനാണ് വന്നതെന്ന് ചോദിക്കുന്നത് നമ്മുടെ ഹരീഷ്. ആ സമയത്ത് സുധീഷ് പറഞ്ഞു, ഇപ്പം നീ നിൽക്കുക, ഇവൻ നിന്നെ എന്താ പറഞ്ഞാൽ നിന്നെ കൊല്ലുന്ന, ഞാൻ അവനെ കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അടിക്കാൻ കൈ ഓങ്ങണ്ട്. ആ സമയത്ത് നമ്മുടെ നീതുവിൻ്റെ ഏട്ടൻ പറയുന്നുണ്ട്, പിന്നെ ഞാൻ എന്താ വേണ്ട, എൻ്റെ പെങ്ങളെ ഗർഭിണിയാക്കിയവനെ ഞാൻ എന്താ വേണ്ടത്, കൊല്ലല്ലാതെ എന്താ വേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് വീണ്ടും എല്ലാവരും അടി കൂടുന്ന സമയത്ത് നമ്മുടെ നീതു പറഞ്ഞു, ഒന്നും നിർത്തുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരുടെയും തമ്മത്തെല്ലൊക്കെ പിരിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഹരീഷ് നീതുവിനോട് ചോദിക്കുന്നുണ്ട്, നീ എങ്ങനെ ഗർഭിണിയായി, ഞാൻ നിന്നെ അതിനൊന്നും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ എന്ത് സംഭവിച്ചെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ നമ്മുടെ നീതുവിൻ്റെ ഏട്ടന് ഇനിയും ദേഷ്യം വരുന്നുണ്ട്, നീ എന്താടാ പറഞ്ഞത് എൻ്റെ പെങ്ങളെ ഗർഭിണിയാക്കിയിട്ട് ഇപ്പം നീ ഒന്നും അറിയില്ല എന്നൊന്നും പറഞ്ഞിട്ട് വീണ്ടും അടി കൂടാൻ തുടങ്ങുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ നീതു പറയുന്നുണ്ട്, ഞാൻ ഗർഭിണിയല്ല എന്ന് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ എന്നെ ആ കല്യാണത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ അപ്പം പ്രഗ്നൻ്റാണ് പറഞ്ഞത്, അല്ലാതെ ഞാൻ എനിക്ക് ഒരു ഗർഭവും ഇല്ല എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ എല്ലാവരും ഞെട്ടുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഹരീഷ് ചോദിക്കേണ്ടത്, എന്താ സംഭവിച്ചു നീതു പറ, എന്താ സംഭവിച്ചു. ആ സമയത്ത് അവളെ കല്യാണം കൊണ്ടുപോയതും കല്യാണം കഴിപ്പിക്കാൻ നോക്കിയതും അവൻ്റെ ഏട്ടൻ്റെ ഫ്രണ്ടിന് കല്യാണം കഴിപ്പിക്കാൻ നോക്കിയതും എല്ലാ സത്യങ്ങളും നമ്മുടെ ഹരീഷിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഹരീഷ് ഇല്ലാത്ത സമയത്ത് ഇവരെന്നെ എങ്ങനെയൊക്കെ ദ്രോഹിക്കാൻ നോക്കി, അതുകൊണ്ട് എനിക്ക് എങ്ങനെയെങ്കിലും പിടിച്ച് നിൽക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഈ കഥ പറഞ്ഞത്, അല്ലാതെ ഞാൻ ഗർഭിണിയല്ല എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഹരീഷിനാണെങ്കിൽ വല്ലാതെ ആശ്വാസമാവുന്നുണ്ട്. എന്തായാലും ഹരീഷ് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ നീതു പറഞ്ഞിട്ട്, വായ ഹരീഷ് എനിക്ക് കുറച്ച് സംസാരിക്കാണ്ട്, പുറത്ത് പോയി സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹരീഷിനെയും കൈ പിടിച്ചിട്ട് നമ്മൾ നീതു പുറത്തേക്ക് പോകുന്നുണ്ട്. സുധീഷ് ബാക്കിൽ ഇറങ്ങി പോരുന്നുണ്ട്. എന്തായാലും നമ്മുടെ സുധീഷിനോട് പറയുന്നുണ്ട്, നമ്മുടെ നീതു കുറച്ച് അപ്പുറത്തേക്ക് നിൽക്കും, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാണ്ടെന്ന്. ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സുധീഷ് അപ്പുറത്തേക്ക് ഫോണും കൊണ്ട് പോകുന്നുണ്ട്. നമ്മുടെ ഹരീഷിനെ കെട്ടിപ്പിടിച്ച് നീതു ഒരുപാട് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ എത്ര കഷ്ടപ്പെട്ടു അറിയോ ഈ കല്യാണം മുടക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ ഹരീഷ് പറഞ്ഞിട്ട്, ഇനി നീ വിഷമിക്കേണ്ട, ഞാൻ എത്തിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നീതുവിനെ ആശ്വസിപ്പിച്ചിട്ട് നമ്മുടെ ഹരീഷും സുധീഷും കൂടി വീട്ടിലേക്ക് മടങ്ങുന്നുണ്ട്. സുഭാഷ് ഏട്ടനാണെങ്കിൽ നമ്മുടെ ഹരീഷിനെ കാണാഞ്ഞിട്ട് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ നീതു ചോദിക്കുന്നുണ്ട്, എന്താ സുഭാഷ് ഏട്ടൻ അവിടെ പുറത്ത് നിൽക്കണമെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സുഭാഷ് ഏട്ടൻ പറഞ്ഞിട്ട്, ഹരീഷ് നീതുവിൻ്റെ വീട്ടിലേക്ക് പോയതല്ലേ മോളെ, ഇനിയും കാണാത്തതുകൊണ്ട് അവരെന്തെങ്കിലും ചെയ്തോ എന്നൊക്കെ എനിക്ക് വല്ലാതെ പേടിയാവുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അവൻ ഈ സമയത്ത് അവിടേക്ക് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ നീതു പറയുന്നുണ്ട് സുഭാഷ് ഏട്ടനോട്, അവൻ ചെയ്തതാണ് ശരി ഏട്ടാ, അവൻ ഈ നാട്ടിലേക്ക് വന്നത് എന്താണെന്ന് അന്വേഷിക്കാൻ പോകണ്ടേ, അല്ലെങ്കിൽ അത് പറയില്ലേ, അവൻ ചെയ്തത് ശരിയാണ്, അവൻ പോയി അന്വേഷിച്ച് വരട്ടെ എന്ന് പറയുന്നുണ്ട്. അതിങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കുമ്പോഴാണ് നമ്മുടെ സുധീഷും ഹരീഷും കൂടി കയറി വരുന്നത്. നമ്മുടെ സുധീഷ് ആണെങ്കിൽ പൊട്ടി ചിരിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സുഭാഷ് ഏട്ടൻ പറയേണ്ടത്, എടാ നീ ഒന്ന് ചിരിക്കാതെ കാര്യം പറയാം, അവിടെ പോയിട്ട് എന്താ ഉണ്ടായേ എന്നൊക്കെ പറയണ്ട. ആ സമയത്ത് നമ്മുടെ സുധീഷ് പറയേണ്ടത്, ഏട്ടാ നീതു ഗർഭിണിയൊന്നും അല്ല, അവൾ നമ്മളില്ലാത്ത സമയത്ത് അവൾക്ക് കല്യാണം നടത്തിക്കാൻ വേണ്ടിയിട്ട് അവരുടെ അമ്മയും അച്ഛനും നിർബന്ധിച്ചപ്പോൾ അവൾ ഗർഭിണിയാന്ന് പറഞ്ഞതായിരുന്നു രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, അല്ലാതെ അവൾക്ക് ഒരു ഗർഭമില്ല എന്ന് പറയുമ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ എല്ലാവരും വീണ്ടും പൊട്ടിച്ചെറിക്കുന്നുണ്ട്. നമ്മുടെ നിധിയും പൊട്ടിച്ചെറിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഹരീഷ് സങ്കടം വന്നിട്ട് പറയുന്നത്, നീതിനെ നോക്കിയിട്ട് പറയുന്നത്, ചിരിക്കാതിരിക്കുമോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നീതി പറഞ്ഞിട്ട്, ആയിക്കോട്ടെ ഞാൻ ചിരിക്കണില്ല എന്ന് പറയുന്നുണ്ട്. എന്തായാലും നമ്മൾ ഹരീഷിനെ കളിയാക്കിയിട്ട് എല്ലാവരും ചിരിക്കുമോ, അതുകൊണ്ടായിരുന്നു ഇത്ര മൗട്ട്യം നിനക്കെന്ന് ചോദിക്കുന്നത് നമ്മുടെ സുഭാഷ് ഏട്ടാ. അതെ ഏട്ടാ, ഞാൻ ഒന്നും ചെയ്യാതെ പിന്നെ അവൾ എന്നോടും പറഞ്ഞു ഞാൻ ഗർഭിണിയാണെന്ന്, അതെങ്ങനെ സംഭവിച്ചെന്ന് ഞാൻ ആകെ വിഷമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്, സോറി ഏടാ ഞാൻ നിന്നെ അറിയാതെ അടിച്ചു, അത് പോട്ടെ, ആ സാഹചര്യത്തിൽ ആരായാലും അടിച്ചു പോകും സുഭാഷ് ഏട്ടാ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഹരീഷ്. എന്തായാലും എല്ലാവരും സന്തോഷത്തോട് കൂടിയിട്ട് ഇരിക്കണതാണ് പിന്നെ കാണിക്കുന്നത്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കേണ്ടത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിൽ എത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.